ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിലെ മറ്റൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറുമായി ബന്ധപ്പെട്ട ഡിമാൻഡ് എന്നൊരു ഭാഗമാണ് നിങ്ങൾ പഠിച്ചത്. ഡിമാൻഡുമായി ബന്ധപ്പെട്ട നിരവധി കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു കൺസ്യൂമറിൻ്റെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് ലോ ഉണ്ട്. എന്താണത്? യെസ്, ലോ ഓഫ് ഡിമാൻഡ്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്? ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് അതർ തിങ്സ് ബീങ് ഈക്വൽ, പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഇറ്റ്സ് ഡിമാൻഡ്. അതായത് മറ്റു കാര്യങ്ങളിൽ മാറ്റമില്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ വിലയും അതിൻ്റെ ചോദനവും തമ്മിൽ വിപരീത ബന്ധമാണ്. മറ്റു കാര്യങ്ങളിൽ മാറ്റമില്ല. അതർ തിങ്സ് ബീങ് ഈക്വൽ മീൻസ് ദർ ആർ സെർട്ടൻ അസംഷൻസ്. എന്തൊക്കെയാണ് അസംഷൻസ്? ഓൾ ഫാക്ടേഴ്സ് എക്സെപ്റ്റ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഡിമാൻഡ് ഫോർ ദ കമ്മോഡിറ്റി ആർ അസ്യൂംഡ് ടു ബി കോൺസ്റ്റൻറ്റ്. വിലയൊഴികെ, ഒരു സാധനത്തിൻ്റെ സ്വന്തം വിലയൊഴികെ ബാക്കി എല്ലാ ഘടകങ്ങളും സ്ഥിരമാണെന്നാണ് അത് പ്രതിപാദിക്കുന്നത്. അതായത് വില കുറയുകയാണെങ്കിൽ ഡിമാൻഡ് കൂടുന്നു, വില കൂടുകയാണെങ്കിൽ ഡിമാൻഡ് കുറയുന്നു. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് പ്രതിപാദിക്കുന്നത്. ഈ ലോ ഓഫ് ഡിമാൻഡ് നമുക്ക് മാത്തമാറ്റിക്കലായിട്ടും ഗ്രാഫിക്കലായിട്ടും പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ലോ ഓഫ് ഡിമാൻഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു പുതിയ ആശയം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഡയഗ്രത്തിലേക്ക് നോക്കൂ. എക്സ് ആക്സിൽ ക്വാണ്ടിറ്റിയും വൈ ആക്സിൽ പ്രൈസും മെഷർ ചെയ്തിരിക്കുന്നു. പ്രൈസിനെയും ക്വാണ്ടിറ്റിയും കാണിക്കുന്ന ഇൻവേഴ്സ് ബന്ധം കാണിക്കുന്ന ഡിമാൻഡ് കർവാണ് നമ്മൾ ബോർഡിൽ വരച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആദ്യത്തെ ഗ്രാഫ് എ എന്ന മാർക്കറ്റിലെ അല്ലെങ്കിൽ എ എന്ന കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കർവാണ്. ഇത് ബി എന്ന മാർക്കറ്റിലെ അല്ലെങ്കിൽ ബി എന്ന കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കർവാണ്. രണ്ടും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ഇൻവേഴ്സ് ബന്ധം കാണിക്കുന്നു. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് നമുക്കൊന്നിവിടെ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കാം. സപ്പോസ് പ്രൈസ് P1 ആണെന്ന് കരുതുക. അപ്പോൾ P1 വിലയിൽ എ എന്ന മാർക്കറ്റിലെ ഡിമാൻഡ് Q1 ആണ്. ഇതേ വിലയിൽ ബി എന്ന മാർക്കറ്റിൽ ഡിമാൻഡ് N1 ആണെന്നും കരുതുക. ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. പ്രൈസ് മാറുന്നതായി സങ്കല്പിച്ചാൽ, പ്രൈസ് കുറയുന്നതായി സങ്കല്പിക്കുമ്പോൾ എ എന്ന മാർക്കറ്റിൽ പ്രൈസ് P2 ആയി കുറയുന്നു. പ്രൈസ് P2 ആയി കുറയുമ്പോൾ എ എന്ന മാർക്കറ്റിലെ ഡിമാൻഡ് ഉണ്ടാകുന്ന വ്യത്യാസം Q2 ആണ്. അതേ വിലയിൽ മാർക്കറ്റ് ബിയിൽ ഡിമാൻഡ് N2 ആയി വർദ്ധിക്കുന്നു. അപ്പോൾ രണ്ടിടത്തും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്, ഇവിടെയും കുറയുമ്പോൾ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. ഈ രണ്ട് മാർക്കറ്റിലെ ഡിമാൻഡ് വർധനവ് നോക്കൂ. നിശ്ചിത അളവിലാണ് വില കുറഞ്ഞിട്ടുള്ളത്. P1 നിന്നും P2 ആണ്. അപ്പോൾ മാർക്കറ്റ് എയിലെ ഡിമാൻഡിൻ്റെ വർധനവ് എത്രയാണ്? Q1 Q2 ആണ്. മാർക്കറ്റ് ബിയിൽ ഡിമാൻഡിൻ്റെ വർധനവ് N1 N2 ആണ്. വില കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വർധന ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. അതായത് മാർക്കറ്റ് എയിൽ Q1 Q2 ആണ്, മാർക്കറ്റ് ബിയിൽ N1 N2 ആണ്. താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എ എന്ന മാർക്കറ്റിലെ ഡിമാൻഡിൻ്റെ വർധനവ് Q1 Q2, ബി എന്ന മാർക്കറ്റിലെ ഡിമാൻഡിൻ്റെ വർധനവ് N1 N2നേക്കാൾ കൂടുതലാണ്. അപ്പോൾ റെസ്പോൺസ് ഓഫ് ദ ഡിമാൻഡ് ഇൻ മാർക്കറ്റ് എ ആൻഡ് ഇൻ മാർക്കറ്റ് ബി, അല്ലെങ്കിൽ കമ്മോഡിറ്റി എ ആൻഡ് കമ്മോഡിറ്റി ബി ആർ ഡിഫറൻറ്റ് വെൻ പ്രൈസ് ഫോൾസ്. ഇത് ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഉണ്ടോ? എന്താ ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞേ? ലോ ഓഫ് ഡിമാൻഡ് ജസ്റ്റ് സേസ് the direction of change in quantity
ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. വില മാറുമ്പോൾ ഡിമാൻഡ് ഏത് ദിശയിലേക്ക് മാറും, വിപരീത ദിശയിലേക്ക് മാറുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബട്ട് ഹൗ മച്ച് ഓർ ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡിമാൻഡ് ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് നോട്ട് എക്സ്പ്ലെയിൻഡ് ബൈ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഈ ആസ്പെക്റ്റാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഡിമാൻഡ് റെസ്പോൺസ് ഇൻ ഡിഫറെൻറ്റ് വേസ് ആസ് പെർ ലോ ഓഫ് ഡിമാൻഡ് അല്ലേ? ഈ കാര്യം അല്ലെങ്കിൽ ദ റേറ്റ് അറ്റ് വിച്ച് ഡിമാൻഡ് ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ചോദനത്തിൻ്റെ ഇലാസ്തികത എന്ന ആശയം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ കാര്യമാണ്. ഏത് കാര്യമാണ്? ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഡിമാൻഡ് ചേഞ്ചസ് ഓർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഇക്കണോമിക്സിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൽഫ്രഡ് മാർഷലാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം. ആദ്യ ചാപ്റ്ററിൽ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. വെൽഫെയർ ഡെഫിനിഷൻ്റെ ഉപജ്ഞാതാവാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് രചിച്ചത് അദ്ദേഹമാണ്, എന്ന പുസ്തകം രചിച്ചത് അദ്ദേഹമാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആദ്യം ആ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. വെൻ പ്രൈസ് ചേഞ്ചസ് ഡിമാൻഡ് റെസ്പോൺസ്. ഇൻ ദിസ് മാർക്കറ്റ് ഡിമാൻഡ് ഈസ് മോർ റെസ്പോൺസീവ്. ഇൻ ദിസ് മാർക്കറ്റ് ഡിമാൻഡ് ഈസ് നോട്ട് സോ റെസ്പോൺസീവ്. അതുകൊണ്ട് ദ റെസ്പോൺസീവ്നെസ് ഇൻ ഡിമാൻഡാണ് ഇലാസ്റ്റിസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ പറയാം? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മീൻസ് the degree of responsiveness of demand due to change in price ആണ്. The degree of responsiveness of demand due to change in price ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് മാറുമ്പോൾ ഡിമാൻഡ് എത്ര നിരക്കിൽ മാറുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഡെഫിനിഷൻ കൊണ്ട് മാത്രം സാധിക്കുകയില്ല. അതുകൊണ്ട് ഇലാസ്തികതയെ നമുക്ക് മറ്റൊരു രീതിയിലും ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു ആപേക്ഷികമായ താരതമ്യമാണ് നടത്തുക. ഒരു റിലേറ്റീവ് കമ്പാരിസൺ. ആരെയൊക്കെ തമ്മിൽ? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റിയും ചേഞ്ച് ഇൻ പ്രൈസും. ഇവിടെ രണ്ട് വേരിയബിളാണ് മാറുന്നത്. പ്രൈസ് എന്ന വേരിയബിളും ക്വാണ്ടിറ്റി എന്ന വേരിയബിളും. ക്വാണ്ടിറ്റി ഡിപ്പെൻഡൻറ്റ് വേരിയബിളും പ്രൈസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ്. അപ്പോൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസാണ്. അപ്പോൾ ഈ വേരിയബിളിൻ്റെ മാറ്റം ശതമാന മൂല്യത്തിൽ പെർസെൻറ്റേജ് വാല്യൂസിലേക്ക് മാറ്റിയാൽ നമുക്ക് ഈ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ ഈ മാർക്കറ്റിൽ P1 നിന്ന് P2 മാറുമ്പോൾ ആദ്യ വാല്യൂ P1, പുതിയ വാല്യൂ P2 ഇതിലേക്ക് മാറുമ്പോൾ എത്ര ഡിഗ്രിയിൽ, എത്ര ശതമാനത്തിലാണ് ആ മാറ്റമെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ Q1 നിന്ന് Q2 മാറുമ്പോൾ ആ മാറ്റം എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ, അതേപോലെ ഈ മാർക്കറ്റിലും അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇലാസ്തികത ഒന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മീൻസ് the degree of responsiveness of demand due to change in the price of the commodity. It can also be defined as the proportionate change in quantity demanded due to proportionate change in price of the commodity. അതായത് ഒരു സാധനത്തിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റം മൂലം ആ സാധനത്തിൻ്റെ ചോദനത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ പ്രതികരണത്തിൻ്റെ അളവാണ് ഇലാസ്തിക ചോദനം. മറ്റൊരു രീതിയിൽ നിർവചിച്ചാൽ, ഒരു സാധനത്തിൻ്റെ വിലയിലുണ്ടാകുന്ന ആനുപാതിക മാറ്റം മൂലം ആ സാധനത്തിൻ്റെ ചോദനത്തിലുണ്ടാകുന്ന ആനുപാതിക മാറ്റമാണ് ഇലാസ്തിക ചോദനം. ഇതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മളിന്ന് എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ പ്രൈസ്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് കണ്ടുപിടിക്കാൻ അറിയണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കാം. ഇവിടെ പ്രൈസ് P1 നിന്ന് P2 കുറയുകയാണ്, ക്വാണ്ടിറ്റി Q1 നിന്ന് Q2 കൂടുകയാണ്. P1 നിന്ന് P2 കുറയുന്നു, അപ്പോൾ ക്വാണ്ടിറ്റി Q1 നിന്ന് Q2 കൂടുന്നു. അപ്പോൾ P1 നിന്ന് P2 മാറ്റത്തിൻ്റെ ശതമാനം കണക്കാക്കണം, Q1 നിന്ന് Q2 മാറ്റത്തിൻ്റെ ശതമാനവും കണക്കാക്കണം. ആദ്യമായി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ
ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അല്ലെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. ഈ ക്വാണ്ടിറ്റി Q1 നിന്ന് Q2ലേക്ക് മാറുമ്പോൾ എത്ര ശതമാനമാണ് വർദ്ധിച്ചത്, നേരത്തെയുള്ള വാല്യൂവിൽ നിന്ന് എത്ര ശതമാനം കണ്ട് വർദ്ധിച്ചു എന്നാണ് ഇവിടെ കണക്കാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വ്യത്യാസം ചേഞ്ച് എത്ര ആണോ ആ ചേഞ്ചിനെ, അതായത് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഓൾഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒറിജിനൽ ക്വാണ്ടിറ്റി. ഒറിജിനൽ ഏതാണ്? Q1 ആണ്. ഒറിജിനൽ ഡിമാൻഡ് ഇൻറ്റു 100 ആണ്. ഇതാണ് ഇക്വേഷൻ. ചേഞ്ച് ഇൻ ഡിമാൻഡിനെ നമുക്ക് സിംബോളിക്കലി എക്സ്പ്രസ് ചെയ്യാം. ചേഞ്ചിനെ കൊടുക്കുന്ന നൊട്ടേഷൻ ഡെൽറ്റ എന്നാണ്. ക്വാണ്ടിറ്റിക്ക് നമ്മൾ Q എന്നും കൊടുക്കുന്നു. അപ്പോൾ ചേഞ്ച് ഇൻ ഡിമാൻഡിന് എങ്ങനെ എഴുതാം? ഡെൽറ്റ Q ഡിവൈഡ് ബൈ ഒറിജിനൽ ഡിമാൻഡിന് Q എന്ന് കൊടുക്കുക ഇൻറ്റു 100. ഇതാണ് പൊതു ഇക്വേഷൻ. ഡെൽറ്റ Q ബൈ Q ഇൻറ്റു 100 എന്നുവെച്ചാൽ അർത്ഥം എന്താണ്? ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡ് ബൈ ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഇൻറ്റു 100 ആണ്. ഡെൽറ്റ Q എങ്ങനെയാണ് കിട്ടുന്നത്? Q1ൽ നിന്ന് Q2ലേക്കുള്ള മാറ്റമാണ്. അപ്പോൾ Q2ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഇനിഷ്യൽ ക്വാണ്ടിറ്റി മൈനസ് ചെയ്യണം. ന്യൂ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഇനിഷ്യൽ ക്വാണ്ടിറ്റി മൈനസ് ചെയ്യണം. അതായത് ഡെൽറ്റ Q ഇസ് ഈക്വൽ ടു Q2 മൈനസ് Q1. Q ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ ക്വാണ്ടിറ്റിയാണ്. ഇതിൽ ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഏതാണ്? Q1 ആണ്. ഇങ്ങനെ എഴുതുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇതിനകത്ത് P1 P2 ആയിട്ട് മാറുന്നു. P1 P2 ആയിട്ട് മാറുമ്പോൾ P1 ആണ് ഇനിഷ്യൽ വാല്യൂ അല്ലെങ്കിൽ ഓൾഡ് വാല്യൂ. പുതിയ പ്രൈസ് P2 ആണ്. അപ്പം ന്യൂ പ്രൈസ് ഏതായിട്ട് വരും? P2 ആയിട്ട് വരും. അപ്പോൾ Q1 ഓൾഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇനിഷ്യൽ ക്വാണ്ടിറ്റി, ഒറിജിനൽ ക്വാണ്ടിറ്റി, Q2 ന്യൂ ക്വാണ്ടിറ്റി ആണെന്ന് ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇതേപോലെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസും നമുക്ക് കണക്കാക്കാൻ സാധിക്കും. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എന്നത് എങ്ങനെ എഴുതും? ഇത് എഴുതിയതുപോലെ തന്നെ ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് ഇൻറ്റു 100 ആണ്. മനസ്സിലായില്ലേ? ചേഞ്ച് ഇൻ പ്രൈസ് സിമ്പിൾ എങ്ങനെ കൊടുക്കും? ഡെൽറ്റ P ഡിവൈഡഡ് ബൈ P ഇൻറ്റു 100 ആണ്. ഡെൽറ്റ P ഡിവൈഡ് ബൈ P ഇൻറ്റു 100. ഡെൽറ്റ P എന്താണ്? ന്യൂ പ്രൈസ് മൈനസ് ഓൾഡ് പ്രൈസ് ആണ്. P2ൽ നിന്ന് P1 മൈനസ് ചെയ്യുക. ഒറിജിനൽ പ്രൈസ് P ഇസ് ഈക്വൽ ടു ഓൾഡ് പ്രൈസ് P ഇസ് ഈക്വൽ ടു P1 ആണ്. അപ്പോൾ ഈ രണ്ട് ശതമാന വാല്യൂസ്, പെർസെൻറ്റേജ് വാല്യൂസ് കണക്കാക്കാനുള്ള ഇക്വേഷൻ ഇത് നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കണം. ഇത് കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കാനില്ല. ഒരു വേരിയബിളിൻ്റെ ചേഞ്ചിനെ ഇനിഷ്യൽ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് 100 കൊണ്ട് ഗുണിക്കുക, അത്രമാത്രമേ ഉള്ളൂ. ഈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡിനെയും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസും അറിഞ്ഞാൽ നമുക്ക് ഇലാസ്തികത കണക്കാക്കാൻ സാധിക്കും. ഈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസും താരതമ്യം ചെയ്താൽ നമുക്ക് ഇലാസ്തികത എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭാഗം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോകാം. സപ്പോസ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഫോൾസ് ഫ്രം ₹20 to 10. Then demand for commodity A rises from 4 units to 8 units. ഇതാണ് ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ ലോ ഓഫ് ഡിമാൻഡ് സംഭവിച്ചിട്ടുണ്ട്. വില കുറഞ്ഞപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്കൊന്ന് എക്സാമിൻ ചെയ്യാം. പ്രൈസ് 20ൽ നിന്ന് 10 കുറയുന്നു. അപ്പോൾ എ എന്ന കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, QA മീൻസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് മനസ്സിലാക്കിക്കോണം, 4ൽ നിന്ന് 8 കൂടുകയാണ്. അപ്പോൾ ഈ മാറ്റത്തിൽ ഉണ്ടാകുന്ന ഇലാസ്തികതയാണ് നമ്മളിപ്പോൾ എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് പ്ലോട്ട് ചെയ്താൽ ഇവിടെ 2 യൂണിറ്റ് എക്സ് ആക്സിൽ എടുത്തു, ക്വാണ്ടിറ്റിയുടെ, y ആക്സിൽ പ്രൈസ് 20 വരെ
അപ്പോൾ പ്രൈസ് 20 ആണെങ്കിൽ ഡിമാൻഡ് 4 ആണ്. പ്രൈസ് 10 ആണെങ്കിൽ ഡിമാൻഡ് 8 ആണ്. ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു ഡിമാൻഡ് കർവ് കിട്ടും. അത് എ എന്ന കമ്മോഡിറ്റിയുടെ അല്ലെങ്കിൽ എ എന്ന മാർക്കറ്റിലെ ഡിമാൻഡ് കർവാണ്. അപ്പോൾ 20-ന് കറസ്പോണ്ടിങ് ആയിട്ട് 4ഉം 10-ന് കറസ്പോണ്ടിങ് ആയിട്ട് 8 യൂണിറ്റ്. വില കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടിയിട്ടുണ്ട് അല്ലേ? നമുക്ക് ഈ മാറ്റത്തിനെ അപ്പോൾ ഡിഗ്രി ഓഫ് റെസ്പോൺസിനെസ് ആണ് മനസ്സിലാക്കേണ്ടത്. അതിനോട് ശതമാന വാല്യൂസ് കണക്കാക്കണം. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു 100 ആണ്. ഇവിടെ ഡെൽറ്റ ക്യൂ എത്രയാണ്? ഡെൽറ്റ ക്യൂ ഇസിക്കൽ ടു എന്തുവരുന്നത് പറഞ്ഞേ? Q2 മൈനസ് Q1 ആണ്. ന്യൂ ക്വാണ്ടിറ്റി 8 ആണ്. അപ്പോൾ 8 മൈനസ് 4 ഇസിക്കൽ ടു 4. ക്യൂ എന്നത് ഒറിജിനൽ ക്വാണ്ടിറ്റിയാണ്, ദാറ്റ് ഈസ് 4. ഇനിഷ്യൽ ക്വാണ്ടിറ്റി ആയ 4 ആണ്, വ്യത്യാസത്തിൻ്റെ 4 അല്ല. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ഡെൽറ്റ ക്യൂ 4 4 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 100% ആണ്. അപ്പം 4-ൽ നിന്ന് 8 കൂടുമ്പോൾ എത്ര ശതമാനം ഡിമാൻഡ് വർദ്ധിച്ചു? 100% വർദ്ധിച്ചു. ഇത് ആരുമായി താരതമ്യം ചെയ്യണം? പ്രൈസിൻ്റെ മാറ്റവുമായി താരതമ്യം ചെയ്യണം. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? ഡെൽറ്റ പി ഡിവൈഡ് ബൈ പി ഇൻറ്റു 100. ഡെൽറ്റ പി എത്രയാണ്? P2 മൈനസ് P1 ആണ്. അതായത് 10 മൈനസ് 20, 10 മൈനസ് 20 ഇസ് ഈക്വൽ ടു മൈനസ് 10. പി ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ പ്രൈസ് 20. ഇത്ര എഴുതുന്നത് മനസ്സിലായല്ലോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 10 ഡിവൈഡഡ് ബൈ പി 20, ഇനിഷ്യൽ പ്രൈസ് 20 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു, ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2. 100 ബൈ 2 ഇസ് ഈക്വൽ ടു 50%, മൈനസ് 50% ആണ്. അതിൻ്റെ അർത്ഥം വില 50% കുറഞ്ഞപ്പോൾ ഇവിടെ ഡിമാൻഡ് 100% കൂടി. അപ്പം മനസ്സിലായില്ലേ? പ്രൈസിൻ്റെ ശതമാന നിരക്ക് 50% മാത്രമാകുമ്പോൾ ഡിമാൻഡിലുണ്ടായ ശതമാന മാറ്റം എന്ന് പറയുന്നത് 100%. അതായത് 50% ഫോൾ ഇൻ പ്രൈസ്. ഇവിടെ നിന്ന് 50% വില കുറഞ്ഞപ്പോൾ ഡിമാൻഡ് 100% വർദ്ധിച്ചു. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെ പ്രൈസിൻ്റെ മാറ്റം എന്ന് പറയുന്നത് 50% ആയപ്പോൾ ഡിമാൻഡിൻ്റെ മാറ്റം എത്രയായി? 100% 100% ആയി. താരതമ്യം ചെയ്ത് നോക്കൂ. പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഗ്രേറ്റർ ദാൻ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. ക്ലിയർ ആയില്ലേ? പ്രൈസിലെ മാറ്റത്തേക്കാൾ കൂടിയ അളവിലാണ് ഡിമാൻഡ് മാറിയത്. ഇപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് പറയാത്തൊരു കാര്യം, 50% വില കുറഞ്ഞാൽ ഡിമാൻഡ് കൂടുമെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ എത്ര ശതമാനം കൂടി? ഇവിടെ 100% കൂടി. ഈ റെസ്പോൺസിനെ, ഈ ഡിമാൻഡിൻ്റെ റെസ്പോൺസിനെ അല്ലെങ്കിൽ ഈ ഇലാസ്തികതയെ വിളിക്കുന്ന പേരാണ് മോർ ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ്. മറക്കരുത്, മോർ ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ്. ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിലെ ആദ്യത്തെ ഇലാസ്തികതയാണ് മോർ ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അതിനെ സിമ്പിളായിട്ട് വിളിക്കുന്നത് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് മനസ്സിലാക്കി വെക്കുക. എന്താണ് മോർ ഇലാസ്റ്റിക്? പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. എ 50% fall in price causes 100% rise in demand here. This is called more elastic അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് ഇതാണ്, ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ്. പുസ്തകത്തിൽ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി പ്രത്യേകം പഠിപ്പിക്കുന്നില്ല എങ്കിലും ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി മനസ്സിലായെങ്കിൽ മാത്രമേ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വിവിധ ടോപ്പിക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്പർ 1 മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓരോ ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ 2 കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ആദ്യം മീനിങ് പറയണം. രണ്ടാമത് ഓരോ ഇലാസ്തികതയ്ക്കും ഒരു വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അതായത് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ അതിനൊരു മൂല്യമുണ്ടാകും. ആ മൂല്യം കണ്ടുപിടിക്കാനും അറിഞ്ഞിരിക്കണം. അത് വളരെ എളുപ്പമാണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും?
ആ മൂല്യം കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് എക്സാമിൻ ചെയ്യാം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ സാധാരണ കൊടുക്കുന്ന നൊട്ടേഷൻ ED എന്നാണ്. ചിലപ്പോൾ EP എന്ന് കൊടുക്കാം, ചിലയിടത്ത് ക്യാപിറ്റൽ ED എന്ന് കാണും. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ ഇതാണ്. ED മീൻസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഈ 2% വാല്യൂ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ഇലാസ്തികതയ്ക്കും ഒരു മൂല്യം കിട്ടും. നമ്മളിപ്പോൾ പറഞ്ഞ മോർ ഇലാസ്റ്റിക് ആണെങ്കിൽ അതിൻ്റെ മൂല്യം എത്രയാണ് നോക്കൂ. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് എത്രയാണ്? 100% ആണ്. ദാറ്റ് ഈസ് 100 ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എത്രയാണ്? 50 ആയിരുന്നു, അത് -50 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 എന്നാണ് കിട്ടുക. മൈനസ് വരാൻ കാരണം ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള ഇൻവേഴ്സ് ബന്ധം കാണിക്കുന്നത് കൊണ്ടാണ്. സാധാരണഗതിയിൽ ഇലാസ്തികത ഒരു പ്യുവർ നമ്പറാണ്, ആബ്സല്യൂട്ട് വാല്യൂ ആണ്, മോഡുലസ് വാല്യൂ. മോർ ഇലാസ്റ്റിക്കിൻ്റെ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി, വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എല്ലായ്പ്പോഴും 1ൽ കൂടുതലായിരിക്കുമെന്ന് മനസ്സിലാക്കി വെക്കുക. 1ൽ കൂടുതലായിരിക്കും. അതായത് നമുക്ക് ഈ എക്സാമ്പിൾ 2 ആണ് കിട്ടിയത്. 1ൽ കൂടി വരുന്ന ഏത് വാല്യൂ 1.1 ആകാം, 1.2 ആകാം, 2.5 ആകാം, 3 ആകാം, 4 ആകാം, 8 ആകാം. അത്തരത്തിൽ ഏത് വാല്യൂ 1ൽ കൂടിയാലും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മോർ ഇലാസ്റ്റിക് ആണെന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ സെക്കൻഡ് പോയിന്റ് ഇതാണ്, വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ഇൻ ദ കേസ് ഓഫ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. മൂന്നാമതായി മനസ്സിലാക്കി വെക്കേണ്ടത് ഈ മോർ ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് ആൻഡ് സ്ലോപ്പാണ്. മോർ ഇലാസ്റ്റിക് ആണെങ്കിൽ ഡിമാൻഡ് കർവ് മോർ ഫ്ലാറ്റർ ആയിരിക്കും, കൂടുതൽ പരന്നതായിരിക്കും. 3 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ ഓരോ ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ മനസ്സിലാക്കി ഇരിക്കണം. എന്താണ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്? എ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ചോദനത്തിൻ്റെ ആനുപാതിക മാറ്റം, ശതമാനമാറ്റം വിലയിലെ ആനുപാതിക മാറ്റത്തേക്കാൾ കൂടുതലായിരിക്കും. വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1, 1ൽ കൂടുതലായിരിക്കും ഇലാസ്തികതയുടെ മൂല്യം. ഡിമാൻഡ് കർവ് കൂടുതൽ പരന്നതായിരിക്കും. ഇതേപോലെ ബാക്കി ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോകാം. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഫോൾസ് ഫ്രം. വില നമ്മൾ ഇത് തന്നെയാണ് എടുക്കുന്നത്, മാറ്റുന്നില്ല. കാരണം നിലവിലെ വിലയിൽ എന്തൊക്കെ റെസ്പോൺസ് ആണ് ഉണ്ടാകുന്നതെന്ന് എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. 20ൽ നിന്ന് 10 കുറയുന്നു. ഫോൾസ് ഫ്രം ₹20 to 10. ദാറ്റ് മീൻസ് 50% ഡിക്രീസ് ഇൻ പ്രൈസ്. ബി എന്ന കമ്മോഡിറ്റിയിലെ ഡിമാൻഡിൻ്റെ വർധനവ്, മാറ്റം 4ൽ നിന്നും 5 കൂടുന്നു. 4ൽ നിന്നും 5 കൂടുകയാണ്. കമ്മോഡിറ്റി ബി അല്ലെങ്കിൽ മാർക്കറ്റ് ബി ആണ്. 20 ആകുമ്പോൾ പ്രൈസ് 4 ആണ്. 10 കുറയുമ്പോൾ പ്രൈസ് 5 ആണ്. 10 കുറയുമ്പോൾ പ്രൈസ് ഏകദേശം 5 ഇങ്ങനെ വരും. ഈ 2 ബിന്ദുക്കളെ യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു ഡിമാൻഡ് കർവ് കിട്ടും. അത് ബി എന്ന കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കർവാണ്. മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച അതേ രീതിയിൽ ഇലാസ്തികത കണക്കാക്കാൻ പോവുകയാണ് അല്ലേ? കാരണം വേറൊരു കേസാണിത്. പ്രൈസ് മാറി, ഡിമാൻഡ് മാറി, ശതമാന മൂല്യം കണക്കാക്കാൻ പോവുകയാണ്. പ്രൈസിൻ്റെ പെർസെൻറ്റേജ് ഇനി നമ്മൾ പ്രത്യേകം കണ്ടുപിടിക്കേണ്ട, കാരണം ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. കണ്ടുപിടിക്കാൻ അറിയാം. മാറ്റമില്ലാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും ഇത് ചെയ്യുന്നില്ല. പക്ഷെ ഡിമാൻഡ് മാറി, ഡിമാൻഡ് റെസ്പോൺസ് വേറെ രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഡെൽറ്റ ക്യൂവിൽ മാറ്റം വരും, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി മാറും. 8 എന്നുള്ളത് എത്രയായിട്ട് മാറി? 8 എന്നുള്ളത് പുതിയ ക്വാണ്ടിറ്റി 5 ആണ്. അപ്പോൾ ഡെൽറ്റ ക്യൂ എത്ര വരും? 1. 5 - 4, 5 - 4 1. ഇനിഷ്യൽ ക്വാണ്ടിറ്റി 4 തന്നെ. ബിയുടെ കേസിലും ആദ്യ ക്വാണ്ടിറ്റി ഇതാണല്ലോ ഓൾഡ് ക്വാണ്ടിറ്റി, ഇതാണല്ലോ ന്യൂ ക്വാണ്ടിറ്റി, 4 തന്നെ. ക്വാണ്ടിറ്റിയുടെ പെർസെൻറ്റേജ് ചേഞ്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ്? ഡെൽറ്റ ക്യൂ എന്നത് 1 ഡിവൈഡ് ബൈ 4 × 100 100/4 25%. അപ്പോൾ ഈ കേസിൽ ഡിമാൻഡിൻ്റെ ശതമാന മാറ്റം എത്രയാണ്? 25% ആണ്. താരതമ്യം ചെയ്യൂ.
ക്വാണ്ടിറ്റിയുടെ പെർസെൻറ്റേജ് 25%, പ്രൈസിൻ്റെ പെർസെൻറ്റേജ് മാറ്റം 50%, ഓൾറെഡി അറിയാം. അപ്പോൾ ഇവിടെ 50% fall in price causes 25% increase in demand ആണ് അല്ലേ? അതായത് പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ലെസ് ദാൻ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. ഇപ്പോൾ ഡിമാൻഡിൻ്റെ റെസ്പോൺസ് ഇവിടെ കുറവാണ്. മുമ്പേ 100% കൂടി, പക്ഷേ ഇവിടെ എത്രയേ കൂടുന്നുള്ളൂ? 25% കൂടുന്നുള്ളൂ. താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കിയാലും അറിയാം 50% ആണ് പ്രൈസ് കുറഞ്ഞതെങ്കിൽ ഡിമാൻഡ് 25% മാത്രം. ഈ ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ നമ്മൾ വിളിക്കുന്നത് ഇൻഇലാസ്റ്റിക് അല്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് എന്നാണ്. ദാറ്റ് മീൻസ് ഡിമാൻഡ് ഈസ് നോട്ട് സോ റെസ്പോൺസീവ് ടു ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. ഡിമാൻഡ് മാറുന്നുണ്ട്, പക്ഷേ വിലയിലെ മാറ്റവുമായി താരതമ്യം ചെയ്യുമ്പോൾ, റിലേറ്റീവ് കമ്പാരിസൺ നോക്കുമ്പോൾ വലിയൊരു മാറ്റം ഡിമാൻഡിൽ ഉണ്ടാകാത്ത കേസിൽ ഡിമാൻഡ് എപ്പോഴും എന്തായിരിക്കും? ഇൻഇലാസ്റ്റിക് അല്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ മീനിങ് എങ്ങനെ പറയും? ഇറ്റ് മീൻസ് പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ലെസ് ദാൻ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. അതായത് ചോദനത്തിലെ ആനുപാതിക മാറ്റം വിലയിലെ ആനുപാതിക മാറ്റത്തേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഇലാസ്റ്റികതയുടെ വാല്യൂ അതിലും വ്യത്യാസം വരുമല്ലോ. അത് നമുക്ക് നോക്കാം. നേരത്തെ 100/50 ആയിരുന്നപ്പോഴാണ് 2 കിട്ടിയത്. ഇവിടെയോ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി 25% ആണ്. 25 ഡിവൈഡഡ് ബൈ ഇത് -50 ആണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് -50 ആണ്. ദാറ്റ്സ് -50. ദിസ് ഈക്വൽ ടു 1/2 -1/2 ഇസ് ഈക്വൽ ടു -0.5 എന്ന് എഴുതാം. -0.5 മൈനസ് വരാൻ കാരണം പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് ബന്ധമാണ്. ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കണം. മൈനസോ പോസിറ്റീവോ എടുക്കണമെന്നില്ല. മൈനസ് ഒഴിവാക്കാൻ സാധിക്കും. അബ്സല്യൂട്ട് വാല്യൂ ആയതുകൊണ്ട് എന്തെഴുതിയാൽ മതി? 0.5 മോഡുലസ് ED ഇസ് ഈക്വൽ ടു 0.5 എന്ന് എഴുതിയാൽ മതി. ഇപ്പം നമുക്ക് കിട്ടിയ വാല്യൂ ഡെസിമൽ സംഖ്യയാണ്. അതായത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ കേസിൽ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എപ്പോഴും 1ൽ താഴെയായിരിക്കും, 1ൽ കുറവായിരിക്കും, പക്ഷേ 0ത്തേക്കാൾ മുകളിലുമായിരിക്കും. അപ്പോൾ 0.9 ആകാം, 0.95 ആകാം, 0.2 ആകാം, 0.45 ആകാം. ഇങ്ങനെ ഏത് വാല്യൂ വന്നാലും ഈ രീതിയിൽ കണക്കാക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഡിമാൻഡ് ഈസ് ഇൻഇലാസ്റ്റിക്, ഡിമാൻഡ് ഈസ് നോട്ട് സോ റെസ്പോൺസീവ് ടു ചേഞ്ച് ഇൻ പ്രൈസ്. റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, നോട്ട് സോ റെസ്പോൺസീവ് ആണ്. മറ്റൊരു കാര്യം, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആകുമ്പോൾ ഷേപ്പ് ആൻഡ് സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ആണ്. പക്ഷേ മുമ്പ് വരച്ച ഗ്രാഫ് നമ്മൾ ഫ്ലാറ്റർ ആയിരുന്നെങ്കിൽ ഇതെന്തായി? സ്റ്റീപ്പറായിട്ടാണ്. ഇൻഇലാസ്റ്റിക്കിൻ്റെ ഡിമാൻഡ് കർവ് സ്റ്റീപ്പറാണ്, കുത്തനെയുള്ള ഗ്രാഫ് ആയിരിക്കും. അപ്പോൾ 3 പോയിന്റുകൾ, ഓരോ ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിൽ 3 പോയിന്റ്സ് ആണ് അറിയേണ്ടത്. മീനിങ് പറഞ്ഞു. 2 എന്തായിരുന്നു മീനിങ്? പ്രപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ലെസ് ദാൻ പ്രപ്പോർഷണൽ ചേഞ്ച് ഇൻ price. That means demand is not so responsive to change in price. Value of elasticity is always less than 1. ED എപ്പോഴും എന്തായിരിക്കും? Always less than 1. Demand curve is steeper. അപ്പോൾ ഇവിടെ EDയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. ഇതിൻ്റെ പേരാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതേ വില മാറുമ്പോൾ, അതായത് 50% fall in price, വില 20ൽ നിന്ന് 10 കുറയുന്നു എന്ന് സങ്കല്പിക്കുക. സി എന്നൊരു കമ്മോഡിറ്റി പരിഗണിക്കുക, അല്ലെങ്കിൽ മാർക്കറ്റ് സി പരിഗണിക്കുക. അവിടെ ഉണ്ടാകുന്ന മാറ്റം ഒന്ന് എക്സാമിൻ ചെയ്യാം. സി എന്ന കമ്പോളത്തിൽ പ്രൈസ് 20ൽ നിന്ന് 10 കുറയുമ്പോൾ ഡിമാൻഡ് 4ൽ നിന്ന് 6 കൂടുകയാണ്. ലോ ഓഫ് ഡിമാൻഡ് ഇവിടെയും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഈ ABC എല്ലാം ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് മാറുന്നുണ്ട്. അപ്പോൾ സി എന്ന കമ്പോളത്തിലെ മാറ്റം 20 ആണെങ്കിൽ ഡിമാൻഡ് 4ഉം, 10 ആണെങ്കിൽ ഡിമാൻഡ് 6ഉമാണ്. അപ്പോൾ ഇത് ചേർത്ത് വരയ്ക്കുമ്പോൾ ഇങ്ങനൊരു കർവ് നിങ്ങൾക്ക് കിട്ടും. ഇത് DDC എന്ന് എഴുതാം. അപ്പോൾ ഈ മാറ്റത്തിൻ്റെ ശതമാന മാറ്റങ്ങൾ നമുക്ക് പരിശോധിക്കാം. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസിൽ മാറ്റമില്ലല്ലോ. ഞാൻ പറഞ്ഞു എപ്പോഴും 50% തന്നെയാണ്. പ്രൈസ് എപ്പോഴും 20ൽ നിന്ന് 10 തന്നെയാണ് കുറയുന്നത്. അപ്പോൾ പിന്നെ മാറ്റം വരുന്നത് റെസ്പോൺസ് ഇൻ ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റിയിലെ റെസ്പോൺസ് ആണ് മാറുന്നത്. അതുകൊണ്ട് അതിൻ്റെ ശതമാന മാറ്റത്തിൽ വ്യത്യാസം വരും.
മാറ്റം വരുന്നത് ഡെൽറ്റ ക്യൂവിലാണ്. ഡെൽറ്റ ക്യൂവിടെ എത്രയാണ്? 6 മൈനസ് 4. 6 മൈനസ് 4 ഈസ് ഈക്വൽ ടു 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ ക്യൂ 2 ഡിവൈഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി 4 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 50%. നോക്കൂ, താരതമ്യം ചെയ്യുമ്പോൾ 50% fall in price causes a 50% increase in ഡിമാൻഡാണ്. 50% വില കുറയുമ്പോൾ 50% തന്നെ ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ പ്രൈസ് കുറയുന്ന അതേ നിരക്കിലാണ്, അതേ റേറ്റിലാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഡിമാൻഡിലും സംഭവിക്കുന്നത്. ഈ ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി യൂണിറ്റ് ഇലാസ്റ്റിക് എന്നാണ് പറയുന്നത്. എന്താണ് യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്? എന്താ യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്? പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഈക്വൽ ടു പ്രപ്പോർഷൻ ചേഞ്ച് ഇൻ പ്രൈസ് ആയിരിക്കും. ചോദനത്തിലെ ആനുപാതിക മാറ്റം വിലയിലെ ആനുപാതിക മാറ്റത്തിന് തുല്യമാണ്. അപ്പോൾ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി നോക്കാം. പ്രപ്പോർഷൻ ചേഞ്ച് ഇൻ ഡിമാൻഡ് 50 ആണ്, പ്രൈസും 50 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. -50 ആണ്, -1 എന്ന് കിട്ടും. കേവല വില ആണെന്ന് മാത്രം സങ്കല്പിച്ച് അങ്ങ് എടുത്താൽ മതി, മൈനസ് അവോയ്ഡ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ ഇലാസ്റ്റിസിറ്റിയിൽ എന്തില്ല, മൈനസോ പോസിറ്റീവോ ഒന്നും പരിഗണിക്കേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് ഈ കേവല വില എടുത്താൽ മതി. അപ്പോൾ 50/50 ഈസ് ഈക്വൽ ടു 1. യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എപ്പോഴും എത്ര ആയിരിക്കും? യൂണിറ്റി ആയിരിക്കും, 1 ആയിരിക്കും. ഇറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ, എപ്പോഴും 1 ആയിരിക്കും, ഒരു മാറ്റവുമില്ല. ഏത് വാല്യൂസ് വന്നാലും യൂണിറ്റ് ഇലാസ്റ്റിക് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എപ്പോഴും എത്ര തന്നെ ആയിരിക്കും? 1 ആയിരിക്കും. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ്, ഇപ്പം നമ്മൾ ഈ 2 പ്രൈസ് ചേഞ്ച് മാത്രം എടുത്തപ്പോഴാണ് ഞാനിങ്ങനെ ഗ്രാഫ് വരച്ചത്, ഈ കർവ് വരച്ചത്. യഥാർത്ഥത്തിൽ യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ ഷേപ്പ് സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഇറ്റ് വിൽ ബി എ റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. എന്ന് വെച്ചാൽ വിവിധ വിലകൾ y ആക്സിലും ക്വാണ്ടിറ്റി x ആക്സിലും എടുത്ത് യൂണിറ്റ് ഇലാസ്റ്റിക് വരയ്ക്കുമ്പോൾ ഡിമാൻഡ് കർവ് ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയായിട്ട് വരും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിസിറ്റി എന്നൊരു ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇവിടെയും 3 പോയിന്റ്സ് ആണല്ലോ ഓർക്കേണ്ടത്. എന്തൊക്കെയാണ്? യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് മീൻസ് പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് equal to proportional change in price. Value of elasticity is always equal to 1. Demand curve will be a rectangular hyperbola. ഇലാസ്റ്റിസിറ്റി ഡിമാൻഡുമായി ബന്ധപ്പെട്ട് 3 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് പഠിച്ചത്. പ്രായോഗിക തലത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള കോൺസെപ്റ്റാണ്. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ധനകാര്യമന്ത്രിക്ക് ടാക്സ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ, ഓരോ വർഷത്തെ ബജറ്റിൽ ടാക്സ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതിലൊക്കെ നിർണായകമായ റോളുള്ള കോൺസെപ്റ്റാണ് ഇലാസ്റ്റിസിറ്റി. ഏറ്റവും പ്രായോഗികമായി നിലനിൽക്കുന്ന 2 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഏതൊക്കെയാണ്? മോർ ഇലാസ്റ്റിക്കും ലെസ് ഇലാസ്റ്റിക്കും. ഇതൊരു ആപേക്ഷികമായി പറയാവുന്ന കാര്യമാണ്. നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ പ്രായോഗിക ജീവിതത്തിൽ ഒരുപാട് നമ്മൾ കണ്ടുവരുന്ന 2 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി മോർ ഇലാസ്റ്റിക്കും ലെസ് ഇലാസ്റ്റിക്കുമാണ്. യൂണിറ്റ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ഡിമാർക്കേഷനാണ്, അതിന് ഡിവൈഡിങ് ലൈനാണ് മോർ ഇലാസ്റ്റിക്കിൻ്റെയും ഇൻഇലാസ്റ്റിക്കിൻ്റെയും. പറഞ്ഞല്ലോ യൂണിറ്റ് ഇലാസ്റ്റിക് ഒന്നാണ്, ഒന്നിൽ കൂടിയാൽ മോർ ഇലാസ്റ്റിക്, ഒന്നിൽ കുറഞ്ഞാൽ ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസൊക്കെ നമുക്ക് നിത്യജീവിതത്തിൽ പറയാൻ കഴിയും. ഗാർഹിക അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട ചില കമ്മോഡിറ്റീസ് എടുത്താൽ ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളാണ്, അവശ്യ വസ്തുക്കളാണ് റൈസ്, വീറ്റ്, ഭക്ഷ്യധാന്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ വില കൂടിയാലോ കുറഞ്ഞാലോ കാര്യമായ ഒരു വ്യതിയാനം ഇവിടെ ഉണ്ടാകുകയില്ല, ഡിമാൻഡ് ഉണ്ടാകത്തില്ല. കാരണം നമുക്ക് അവശ്യ വസ്തുവാണ്, ഉണ്ടായേ പറ്റുകയുള്ളൂ. അപ്പോൾ അത്തരം സാധനങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു വീടിനെ സംബന്ധിച്ച് പറയുമ്പോൾ റൈസ്, വീറ്റ് പോലുള്ള ഭക്ഷ്യധാന്യങ്ങളൊക്കെ എന്തായിട്ട് പറയാം? നമുക്ക് ഇലാസ്റ്റിക് ആണെന്ന് പറയാം. അതേസമയം നമ്മൾ ഫിഷ്, മീറ്റൊക്കെ വാങ്ങിക്കാറുണ്ട് അല്ലേ? നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ ഫിഷും മീറ്റും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ കേസ് എങ്ങനെയാണ്? ട്രോളിംഗ് സീസണൊക്കെ ഉണ്ടാകുമ്പോൾ ഫിഷിൻ്റെ വില ക്രമാതീതമായി കൂടും. ചില സമയത്ത് മീറ്റിൻ്റെ, ചിക്കൻ്റെ ഒക്കെ വില കൂടാറുണ്ട്. ആ സമയത്ത് ഒരു മാർക്കറ്റിൽ കാര്യമായ ഡിമാൻഡിൽ ഇടിവുണ്ടാകും. വില കൂടുകയാണെങ്കിൽ ഡിമാൻഡ് കാര്യമായിട്ട് കുറയും. അപ്പോൾ ആ കേസിലൊക്കെ ഡിമാൻഡ് എന്തെന്ന് പറയാം? മോർ ഇലാസ്റ്റിക് ആണെന്ന് പറയാം. മനസ്സിലായല്ലേ പറഞ്ഞ്? കൂടുതൽ പ്രായോഗികതയുള്ള 2 ഇലാസ്റ്റിസിറ്റിയാണ് ഈ മോർ ഇലാസ്റ്റിക്കും ഇൻഇലാസ്റ്റിക്കും. അതുപോലെ ഓണസമയത്ത് വിപണിയിൽ ഗാർഹിക ഉപകരണങ്ങളുടെയൊക്കെ ഷോറൂമിൽ ധാരാളമായി ഡിസ്കൗണ്ടുകളും മറ്റും ഓഫർ ചെയ്യാറുണ്ട്. ഹൈ സ്പെസിഫിക്കേഷൻ ഉള്ള ടി വികൾ, പണ്ട് ഉണ്ടായിരുന്ന ടി വി അല്ല, പണ്ട് CTV ഒക്കെ മാറി LED ആയി.
ആദ്യം 24 ഇഞ്ചിൻ്റെ ഒക്കെ വാങ്ങി, പിന്നെ 32 ഇപ്പോൾ 55 ഇഞ്ചിൻ്റെ ഒക്കെ ടി വികളാണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. പക്ഷേ ഉയർന്ന ഹൈ സ്പെസിഫിക്കേഷനുള്ള ഇത്തരം ടി വികളിലൊക്കെ വിലകൾ കാര്യമായി കുറയുമ്പോഴേ അതിൻ്റെ ഡിമാൻഡ് കാര്യമായി വർദ്ധിക്കത്തുള്ളൂ. അപ്പോൾ അത്തരം കമ്മോഡിറ്റികൾ, ലക്ഷറിയസ് ആയിട്ടൊക്കെ വരുന്ന കമ്മോഡിറ്റികളൊക്കെ എന്തെന്ന് പറയാം? മോർ ഇലാസ്റ്റിക് ആണെന്ന് പറയാം. ഞാനിത് പറഞ്ഞത് ഒരുപാട് പ്രായോഗികതയുള്ള ഒരു കോൺസെപ്റ്റാണ് ഇലാസ്റ്റിസിറ്റി. നിത്യജീവിതത്തിൽ നമുക്ക് പല സാധനങ്ങളിലും ഇത് കാണാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് പിന്നീട് വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കും. എങ്ങനെയാണ് ഈ ഇലാസ്റ്റിസിറ്റി മാറി വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡിൽ ക്വാണ്ടിറ്റി ഇവിടെ 50% ആണ് മാറിയത്. 50% പ്രൈസ് മാറുമ്പോൾ 50% ക്വാണ്ടിറ്റിയും മാറുന്നു. അതുകൊണ്ട് ED = 1 ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിലേക്ക് പോകാം. അത് ഇനിയും പറയാൻ പോകുന്ന 2 ഇലാസ്റ്റിസിറ്റി, അത് ഒരു എക്സ്ട്രീം കേസസ് ആണ്. അതെന്താണെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. സപ്പോസ് D എന്ന കമ്മോഡിറ്റി പരിഗണിക്കുക. ഓൾഡ് പ്രൈസ് 20 ആണെങ്കിൽ 4, വില 10 കുറയുകയാണെങ്കിൽ ഡിമാൻഡിൽ മാറ്റമില്ല, 4 തന്നെയുമാണ്. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും വരയ്ക്കുക? 20 ആണെങ്കിൽ 4, 10 ആണെങ്കിലും 4 യൂണിറ്റ് ഡിമാൻഡ് ചെയ്യുന്നു. ഈ 2 പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇതാണ് D എന്ന കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കർവ്. ഇത്തരം ഇലാസ്റ്റികതയെ പറയുന്ന പേരാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. എന്താണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്? ക്വാണ്ടിറ്റി റിമെയിൻസ് ദ സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് പ്രൈസ് ചേഞ്ച്. പ്രൈസ് may increase or decrease, quantity remains the same. ഈ കേസിൽ ഇലാസ്റ്റികത എന്താണ്? നോക്കൂ, ക്വാണ്ടിറ്റി സെയിം ആണ്. ഇപ്പൊ പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡെൽറ്റ Q എന്ന് പറയുന്നത് 4 - 4 = 0 ആണ്. ഇനിഷ്യൽ ക്വാണ്ടിറ്റി 4 ആണ്. പ്രൈസ് നേരത്തെ ഉണ്ടായിരുന്ന 50% തന്നെ അല്ലേ? -10 ഡെൽറ്റ Q ഡിവൈഡ് ബൈ 20 × 100 = 50%. മുമ്പ് ഉണ്ടായിരുന്ന അതേ പ്രൈസ് ചേഞ്ച് തന്നെയാണ്. ക്വാണ്ടിറ്റിയിലെ മാറ്റം നോക്കൂ. ഡെൽറ്റ Q 0 ഡിവൈഡ് ബൈ ഇനിഷ്യൽ ക്വാണ്ടിറ്റി 4 × 100 = 0%. അപ്പോൾ ക്വാണ്ടിറ്റിയുടെ എത്ര ശതമാനം മാറുന്നു? 0. അപ്പോൾ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എത്ര വരും? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് 0 ആണ് ഡിവൈഡ് ബൈ പ്രൈസ് 50% ആകുമ്പോൾ = 0. അപ്പോൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എത്ര ആയിരിക്കും? എപ്പോഴും 0 ആണ്. ഏത് വാല്യൂ ആണെങ്കിലും 0 തന്നെ. കാരണം എന്താണ്? ക്വാണ്ടിറ്റി ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് സെയിം. അപ്പോൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് നാലാമത്തെ ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ക്വാണ്ടിറ്റി ഡിമാൻഡ് റിമെയിൻസ് സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് പ്രൈസ് ചേഞ്ച്. Value of elasticity is equal to 0. Demand curve will be a vertical straight line parallel to the y-axis. ഇവിടെ ED = 0. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു എക്സെപ്ഷൻ കേസാണ്. റിയൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എക്കണോമിക്സിലെ പല അനാലിസിസിലും ആവശ്യമായിട്ട് വരുന്ന ഒരു ഇലാസ്റ്റികതയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പ്രൈസ്, ക്വാണ്ടിറ്റി, പ്രൈസ് 20, 4, അതേ വിലയിൽ 6 യൂണിറ്റ്, അതേ വിലയിൽ 8 യൂണിറ്റ്, അതേ വിലയിൽ 10 യൂണിറ്റ്. ഈ രീതിയിൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കേസാണ്. 20 ആണെങ്കിൽ 4, 20 ആണെങ്കിൽ 6, 8, 10, ഈ രീതിയിൽ അനന്തമായി എത്ര അളവ് വേണമെങ്കിലും വാങ്ങുന്ന ഒരു കേസാണ്. അപ്പോൾ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആയിരുന്നു. ഈ ടൈപ്പ് ഓഫ് ഇലാസ്റ്റികതയെ പറയുന്ന പേരാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പൂർണ്ണ ഇലാസ്തിക ചോദന. അപ്പൊ എന്താണ് പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്? അറ്റ് ദ ഗിവൺ പ്രൈസ് എനി ക്വാണ്ടിറ്റി ക്യാൻ ബി ഡിമാൻഡഡ്. At the given price, any quantity can be demanded. Demand curve will be a horizontal straight line parallel to x-axis. ഇവിടെ percentage change in price എത്രയാണ്? 0 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ഡിമാൻഡ് 50% മാറുകയാണ്. പക്ഷേ percentage change in price 0 ആണ്. ഡിനോമിനേറ്റർ 0 വരുമ്പോൾ ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വാല്യൂ ഇൻഫിനിറ്റ് ആയിരിക്കും. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇൻഫിനിറ്റ് ആണ്. അപ്പൊ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഗിവൺ പ്രൈസിൽ എത്ര അളവ് വേണമെങ്കിലും വാങ്ങും.
demand curve will be a horizontal straight line parallel to the x-axis. Value of elasticity is equal to infinite ആണ്. അങ്ങനെ നമ്മൾ 5 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിച്ചു. ഏതൊക്കെയാണ്? മോർ ഇലാസ്റ്റിക് ഓർ ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക് ഓർ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്റ് ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അതിനനുസരിച്ച് വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി റേഞ്ചസ് ഫ്രം 0 to infinite. നോക്കൂ, ഈ ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ എപ്പോഴും എത്രയാണ്? ഇൻഫിനിറ്റ് ആണ്. 0 തുടങ്ങി ഇൻഫിനിറ്റ് വരെയാണ് വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി കൊണ്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതുവരെ നമ്മൾ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഷർമെന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന ഭാഗം.